കൊൽക്കത്തയുടെ ഹൃദയഭാഗത്ത് പവിത്രമായ ഹൂഗ്ലി നദിക്ക് കുറുകെ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വൈഭവങ്ങളിലൊന്നാണ് ഹൗറ പാലം. ഉരുക്കുകൊണ്ടുള്ള ഒരു നിർമ്മാണ ഘടനയേക്കാൾ ഇത് കൊൽക്കത്തയുടെ ആത്മാവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഹൗറ പാലത്തിൻ്റെ കഥ ഒരു നൂറ്റാണ്ട് മുമ്പാണ് ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊൽക്കത്ത അതിവേഗം വളർന്നപ്പോൾ കൂടുതൽ ശക്തവും ആധുനികവുമായ ഒരു പാലത്തിൻ്റെ ആവശ്യകത അനിവാര്യമായി തീർന്നു. 1936 പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 8 വർഷത്തെ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന് ശേഷം പാലമൊടുവിൽ 1942 പൂർത്തിയായി. അതിനു മുമ്പ് കൊൽക്കത്തയെയും ഹൗറയെയും ബന്ധിപ്പിച്ചിരുന്നത് ഒരു ഒഴുകുന്ന പാലമായിരുന്നു. എന്നാൽ അതിനെ സവിശേഷമാക്കുന്നത് എന്താണ്? ഒരു നട്ടോ ബോൾട്ടോ ഇല്ലാതെയാണ് ഇത് നിർമ്മിച്ചത് എന്നതാണ്. ഇത് ഒരു റിവറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച അപൂർവമായ പാലമാണ്. അക്കാലത്തെ ലോകത്ത് തന്നെ ഒരു അപൂർവ നേട്ടമായിരുന്നു ഹൗറ പാലം. ഹൗറ പാലം നിർമ്മിക്കുമ്പോൾ അത്തരത്തിലുള്ള ലോകത്തെ 3ാമത്തെ വലിയ പാലമായിരുന്നു. അതിനു മുമ്പ് കൊൽക്കത്തയെയും ഹൗറയെയും ബന്ധിപ്പിച്ചിരുന്നത് ബോട്ടുകൾക്കും മറ്റും കടന്നു പോകാൻ ഇടയ്ക്കിടെ തുറന്നു കൊടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു ഒഴുകുന്ന പാലമായിരുന്നു. ഗതാഗത തിരക്കിന് ഉൾക്കൊള്ളാൻ ഈ പാലത്തിന് കഴിയാതെ വന്നതോടെയാണ് പുതിയ പാലത്തിനെ കുറിച്ചുള്ള ആശയം ഉദിച്ചത്. മധ്യഭാഗത്ത് വേർപെടുത്താമായിരുന്ന പഴയ പാലത്തെക്കുറിച്ചുള്ള കഥകൾ പിന്നീട് പലതരം കഥകളായി മാറി. പഴയ ഹൗറ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന ഓർമ്മയിൽ പുതിയ ഹൗറ പാലവും മധ്യഭാഗം തുറക്കാമായിരുന്നു എന്നും ബ്രിട്ടീഷുകാർ പാലത്തിന്റെ താക്കോൽ നദിയിൽ എറിഞ്ഞുകളഞ്ഞു എന്നുമൊക്കെയാണ് ചില തരത്തിലുള്ള പ്രചരണങ്ങൾ. 705 മീറ്റർ നീളവും 26,000 ടണ്ണിലധികം ഭാരവുമുള്ള ഒരു കാന്റിലിവർ പാലമാണ് ഹൗറ പാലം. 2ാം ലോകമഹായുദ്ധത്തിനിടയിൽ സ്റ്റീലിന്റെ ലഭ്യത കുറഞ്ഞപ്പോൾ പാലത്തിന്റെ നിർമ്മാണം തന്നെ നിന്നുപോകുന്ന ഘട്ടത്തിൽ ഇതിനാവശ്യമായ സ്റ്റീൽ എത്തിച്ചു കൊടുത്തത് ടാറ്റ കമ്പനിയാണ്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഒരു ഡിസൈൻ മാത്രമല്ല, ഇന്ത്യൻ വ്യവസായത്തിന്റെ സംഭാവന കൂടിയായി മാറി. എല്ലാ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളും ലക്ഷക്കണക്കിന് കാൽനട യാത്രക്കാരുമാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാന്റിലിവർ പാലങ്ങളിൽ ഒന്നായി മാറുന്നു. നേരത്തെ ട്രാമുകളും ഹൗറ പാലത്തിലൂടെ കടന്നുപോയിരുന്നുവെങ്കിലും 90കളോടെ ട്രാമുകളുടെ ഗതാഗതം അവസാനിപ്പിച്ചു. 2ാം ലോകമഹായുദ്ധ സമയത്ത് നിർമ്മിച്ച ഈ പാലം ബോംബ് ഭീഷണികളെയും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെയും കാലത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വേലിയേറ്റങ്ങളെയും അതിജീവിച്ചു. കൈകൊണ്ട് വലിക്കുന്ന റിക്ഷകളിൽ നിന്ന് ആധുനിക ബസ്സുകളിലേക്കും കൊളോണിയൽ കാലഘട്ടത്തിലെ വിപണികളിൽ നിന്ന് ഇന്നത്തെ തിരക്കേറിയ നഗര ജീവിതത്തിലേക്കും കൊൽക്കത്ത മാറുന്നതിന് ഹൗറ പാലം സാക്ഷിയായിട്ടുണ്ട്. ഇതിഹാസ കവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ബഹുമാനാർത്ഥം 1965 പാലത്തിന് ഔദ്യോഗികമായി രവീന്ദ്ര സേതു എന്ന് പേര് നൽകി. എന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ഇന്നും പഴയ ഹൗറ പാലം തന്നെയാണ്. ഒരു എഞ്ചിനീയറിംഗ് ഘടനയേക്കാൾ ഹൗറ പാലം ഒരു സാംസ്കാരിക ചിഹ്നമാണ്. സിനിമകളിലും ഗാനങ്ങളിലും സാഹിത്യത്തിലും പോസ്റ്റ് കാർഡുകളിലും ഇത് പ്രത്യക്ഷപ്പെടും. പലപ്പോഴും കൊൽക്കത്തയുടെ ആത്മാവിനെ അടയാളപ്പെടും. ലോകമെമ്പാടുമുള്ള വിനോദ സഞ്ചാരികൾ ഇതിൻ്റെ വാസ്തുവിദ്യയെ അഭിനന്ദിക്കാൻ ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ മുഴുവൻ ഘടനയും നദിയിൽ പ്രതിഫലിക്കുന്ന ലൈറ്റുകൾ കൊണ്ട് പ്രകാശിക്കുമ്പോൾ. ഇന്ന് 10,000-ലധികം വാഹനങ്ങളും 1,50,000 കാൽനട യാത്രക്കാരും ഓരോ ദിവസവും ഈ പാലം ഉപയോഗിക്കുന്നു. എന്നിട്ടും അത് യാതൊരു കേടുപാടുമില്ലാതെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ്. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ പിന്തുണയ്ക്കുന്ന ഇരട്ട നഗരങ്ങളായ ഹൗറയും കൊൽക്കത്തയും തമ്മിലുള്ള ഒരു സുപ്രധാന ബന്ധമായി ഇത് തുടരുന്നു. ഹൗറ പാലം വെറും ഉരുക്കും റിവറ്റുകളും മാത്രമല്ല, ഇത് ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലും വർത്തമാനകാലത്തിന്റെ ഒരു ജീവരേഖയും ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒരു സ്മാരകവുമാണ്. ഇത് ഹൗറ പാലമാണ്, ഒരു വസ്തുവിദ്യ അത്ഭുതം, ഒരു സാംസ്കാരിക ചിഹ്നം, കൊൽക്കത്തയുടെ ശാശ്വത ഹൃദയ മിടിപ്പ്.
ഹൗറ പാലം സന്ദർശിക്കുന്ന സന്ദർശകരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ പാലം വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും തുപ്പിവെച്ചും കാർക്കിച്ചു തുപ്പിയും ഈ പാലത്തിന്റെ കൈവരികളെ വൃത്തികേടാക്കുന്നു. സർക്കാരും പോലീസ് സംവിധാനങ്ങളും കൂടുതൽ കർശനമായി ഇക്കാര്യങ്ങളിൽ ഇടപെട്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന സഞ്ചാരികൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ബാക്കി വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.